Welcome to BSc Main Physics. Paper 3 Electronics, Unit 5, Feedback and Oscillator Circuits. Feedback Circuits and Oscillator Circuits. And this is Unit 5 of your Electronics paper, Semester 5, class number 42. And today we study feedback amplifier. Feedback amplifier. Feedback, you see the word feedback. Feedback amplifier. And this is Unit 5. We start now. What is feedback amplifier? So when we study feedback amplifier, we have to understand the meaning of feedback principle. Feedback principle. Feedback. Feeding to the back. The process of injecting a fraction of output energy to the input of an amplifier is known as feedback. That is the meaning of feedback. The process of injecting a fraction of output energy to the input of an amplifier is known as feedback. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ നമ്മൾ വിചാരിച്ചാൽ അതിന് ഇൻപുട്ട് ഉണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണെങ്കിൽ 0.2 വോൾട്ട് നമ്മൾ കൊടുക്കും, നമുക്ക് 20 വോൾട്ട് പുറത്ത് കിട്ടുന്ന വിചാരിക്കുക. 0.2 വോൾട്ട് കൊടുക്കും, നമുക്ക് 2 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന വിചാരിക്കുക. ആ 2 വോൾട്ടിൽ കുറച്ചെടുത്തിട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന രീതി, ആ രീതിയെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് ഒരു 0.2 വോൾട്ട് കൊടുക്കുമ്പോൾ, ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2 വോൾട്ട് ഉണ്ടെങ്കിൽ അതിലൊരു 0.1 വോൾട്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊടുത്താൽ 0.3 വോൾട്ട് ആകും. അപ്പോൾ 0.3 വോൾട്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് 2 ആയിരിക്കത്തില്ല, അതിൽ കൂടുതലായിരിക്കും. അങ്ങനെ വോൾട്ടേജ് കൂട്ടാൻ, ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇൻപുട്ടിൽ കൂടി വോൾട്ടേജ് കൂട്ടാൻ, ഇനി അത് കുറയ്ക്കുക ചെയ്യുന്ന പരിപാടിയുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ, ഒരു അംശം എടുത്തിട്ട് ഇൻപുട്ടിൽ കൊടുത്തിട്ട് ഇൻപുട്ടിനോട് ചേർത്തുകൊണ്ട് ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് മാറ്റുന്ന രീതി, അതിനെ വിളിക്കുന്ന പേര് ഫീഡ്ബാക്ക്. The process of injecting a fraction of output energy to the input of an amplifier is known as feedback. There are two basic types of feedback. One positive feedback, two negative feedback. രണ്ട് തരം ഫീഡ്ബാക്ക് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക്, രണ്ടാമത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ എന്താണ് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നോക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആദ്യം. Positive feedback. When the feedback energy or voltage is in phase with the input signal, it is called a positive feedback. When the feedback energy, that is voltage or power, is in phase, in phase with the input signal, it is called a positive feedback. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ഇൻപുട്ട് വേവ് ഫോമിൻ്റെ അതേ രൂപത്തിലാണെങ്കിൽ, അതേ ഫോമിലാണെങ്കിൽ, അതേ ഫേസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതായത് ഇൻപുട്ട് വോൾട്ടേജിനും ഫീഡ്ബാക്ക് വോൾട്ടേജിനും ഇൻപുട്ട് സിഗ്നലിനും ഫീഡ്ബാക്ക് സിഗ്നലിനും ഒരേ ഫേസാണ്. രണ്ടും പോസിറ്റീവ് ഗോയിങ് ആയിരിക്കണം ഒരു നിമിഷം. അങ്ങനെയുള്ള കേസിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. Positive feedback increases gain of the amplifier. Positive feedback amplifier gain കൂട്ടും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയ്ഡ് ഇൻ ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റർ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പോലെയുള്ള ഓസിലേറ്റർ പഠിക്കും. അവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓസിലേറ്റർ സർക്യൂട്ടുകളിലാണ്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്കിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്ക് അതെന്താ നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. വെൻ ദി ഫീഡ്ബാക്ക് എനർജി ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് reduces the gain of the amplifier, but it has some major advantages. That's an important point. When the feedback energy is out of phase with the input signal, it is called negative feedback.
ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്കിനെ വിളിക്കുന്നത് ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതായത് ഇൻപുട്ട് വേവ് ഫോമും ഫീഡ്ബാക്ക് വേവ് ഫോമും ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു നിമിഷം ഇൻപുട്ട് വേവ് ഫോം പോസിറ്റീവ് ഗോയിങ് ആണെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം നെഗറ്റീവ്, ഫീഡ്ബാക്ക് വേവ് ഫോം നെഗറ്റീവ് ഗോയിങ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമുള്ളത് കൊണ്ട് ഇൻപുട്ട് കുറച്ച് വരും, ഔട്ട്പുട്ട് കാര്യമായിട്ട് കുറയും. അത്തരം ഫീഡ്ബാക്കിനെ വിളിക്കുന്ന പോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് മൂലം കുറയും. പക്ഷേ ഇറ്റ് ഹാസ് സം മേജർ അഡ്വാൻറ്റേജസ്. പക്ഷെ അതിന് കുറച്ച് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു 5-6 അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? എക്സ്പ്ലെയിൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി അഡ്വാൻറ്റേജസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ്, എക്സ്പ്ലെയിൻ. അത് പ്രത്യേകം നമ്മൾ പഠിക്കുന്നതാണ് ഒരു എസ്സേ ആയിട്ട്. ഇനി അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജ് ചിലപ്പോൾ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ഇന്ന് അതിൻ്റെ തിയറി പാർട്ട് പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പ്രിൻസിപ്പിൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഫീഡ്ബാക്ക് ഗെയിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ എന്താണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇതാകുണ്ടോ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഒപ്റ്റൻ എക്സ്പ്രഷൻ ഫോർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ. ഒപ്റ്റൻ എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്നൊരു തിയറി ഉണ്ട്, അതായത് എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. അതിൻ്റെ കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് ചേർക്കേണ്ടത്. രണ്ട് ക്ലാസ്സായിട്ടാണ് പറയുന്നത്. ഈ എസ് ഐയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് പറയുന്നത്. ഏത് പാർട്ട്? എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അതിൻ്റെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. A=1+AM. ഗെയിൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഡെറിവേഷൻ ഓഫ് AF is A/1+AM. AF ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയും. A ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. M ഫീഡ്ബാക്ക് റേഷ്യോ. ചില ടെസ്റ്റിനകത്ത് ബീറ്റ എന്ന് പറയട്ടെ, എമ്മിന് പോലെ ബീറ്റ എന്ന് പറയും. AF is A/1+A ബീറ്റ. നമ്മൾ എം എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. എമ്മിനെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് റേഷ്യോ. ഫീഡ്ബാക്ക് റേഷ്യോ AF is A/1+AM. A is the gain, voltage gain without feedback. AF is the gain with the feedback, and M is called feedback ratio. Feedback fraction എന്ന് പറയും. അപ്പം അതിന് നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാണുകയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ഇതാണ് ആ ബ്ലോക്ക് ഡയഗ്രാം. അത് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണം. ഇതൊരു സീരീസ് പാരലൽ സർക്യൂട്ടാണ്. ഔട്ട്പുട്ടിൽ പാരലൽ കണക്ഷനും ഇൻപുട്ടിൽ സീരീസ് കണക്ഷനുമാണ്. ആ മുകളിൽ കാണുന്ന ആംപ്ലിഫയർ വിത്ത് ഗെയിൻ ക്യാപിറ്റല് ആ ബ്ലോക്ക് കാണിക്കുന്നത്. താഴെ ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. ഫീഡ്ബാക്ക് CKT സർക്യൂട്ട് എന്ന് വായിക്കണം, എനിക്കറിയാം. അപ്പോൾ അവിടെ M എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഔട്ട്പുട്ടിൻ്റെ ഒരു പാർട്ട്, M പാർട്ട് ഇൻപുട്ടിലേക്ക് പോവുകയാണ്. ഇൻപുട്ട് EG ആണ്. നമ്മൾ ഒരു AC കാണിച്ചിട്ടുണ്ട് ഇൻപുട്ടായിട്ട്. അപ്പോൾ ഇൻപുട്ടിന് EG എന്ന് പറയണം. VA എന്ന് പറയാം, പക്ഷേ VAക്ക് വില കുറച്ചുകൂടി. നമ്മൾ ജനറൽ ഫോർമുലയാണ് VA ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലറായിട്ട് നമ്മൾ EG എന്ന് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ടിന് EO എന്ന് വിളിക്കുകയാണ്. ഒരു ചെറിയ വേരിയേഷൻ. ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് RL നെക്രോസായിട്ടാണ്. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ലോഡായിട്ട് RL ഉണ്ട്. ആ നെക്രോസായിട്ട് ഔട്ട്പുട്ട് EO എടുക്കും. BO എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ EO എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ടിന് EG എന്ന് പറയും. ആ EGയുടെ കൂടെ ഒരു ഫീഡ്ബാക്ക് വോൾട്ടേജ് നമ്മൾ പ്രത്യേകം സർക്യൂട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ മുകളിൽ കാണുന്ന ആംപ്ലിഫയറാണ്, താഴെ കാണുന്ന ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് സീരീസ് കണക്ഷനായിട്ടാണ്, ഔട്ട്പുട്ട് പാരലൽ കണക്ഷനാണ് എടുക്കുന്നത്. ഇൻപുട്ട് EG, ഔട്ട്പുട്ട് EO, ആൻഡ് M is the ഫീഡ്ബാക്ക് റേഷ്യോ. എത്ര വോൾട്ടേജ് ഈ ഔട്ട്പുട്ടിൻ്റെ എത്ര ഭാഗം ഇൻപുട്ടിലേക്ക് ചേരും എന്ന് കാണിക്കുന്നതാണ് M എന്ന് പറയുന്നത്. കൺസിഡർ ദി നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആ ഷോൺ ദി ഫിഗർ. പടത്തിൽ കാണുന്നത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ
ആംപ്ലിഫയർ വിത്ത് without feedback. Without feedback, you say the gain of the amplifier without feedback. Without feedback, you realize without feedback, you say negative feedback is applied by feeding a fraction m of the output voltage EO back to the input of the amplifier. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഔട്ട്പുട്ടിൻ്റെ ഒരു ഫ്രാക്ഷൻ ഫ്രാക്ഷൻ എന്നുള്ളതൊരു 0.1 പാർട്ട് വലുതാവും. എം ഫ്രാക്ഷൻ ഇഒയുടെ ഔട്ട്പുട്ട് ഇഒയുടെ ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുകയാണ്. ഇൻപുട്ട് ഫീഡ്ബാക്ക് നടത്തുകയാണ്. ദെൻ ആക്ച്വൽ ഇൻപുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇ ജി ആണ്, ഔട്ട്പുട്ട് ഇഒയാണ്. ഇഒയുടെ ഒരു ഫ്രാക്ഷൻ ഫ്രാക്ഷൻ നെഗറ്റീവായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് എന്ത് വരും? വി ഐ. കാരണം ഇവിടെയാണ് നമ്മൾ സിമ്പിൾ വി ഐ എന്ന് പറയുന്നത്. വി ഐ ഇസ് ഇ ജി മൈനസ് എം ഇ ഒ. ഇൻപുട്ട് ഇ ജി ഉണ്ടല്ലോ, അതിനൊക്കെ ഇഒയുടെ ഔട്ട്പുട്ടിൻ്റെ ഫ്രാക്ഷൻ എന്നുള്ളൊരു 0.1 വരുള്ളൂ. ഫ്രാക്ഷൻ നമ്മൾ ഇൻപുട്ടിനോട് ചേർത്ത് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നത്? ഔട്ട് ഓഫ് ഫേസ്. അതുകൊണ്ട് മൈനസ് ഇടണം. ഇ ജി മൈനസ് എം ഇ ഒ. therefore gain of the amplifier we can write VO by VI. VO by VI. അത് ഡെഫിനിഷൻ ആണല്ലോ ഗെയിനിൻ്റെ, വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ A is equal to VO by VI. VO is EO by VI EG minus MEO. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എളുപ്പം നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കും. കാരണം താഴെ ഒരു സംഖ്യ ആണെങ്കിൽ വായിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് എളുപ്പം. 1/A is equal to EG minus MEO by EO. Divide 1/A is equal to EG by EO minus M. EO will cancel. Take M to the left side. 1/A plus M is EG by EO. That is, അത് LCM കൊണ്ട് കൂട്ടുക. 1 plus AM by A is equal to EG by EO. EG by EO. അത് തിരിച്ചെഴുതുക. ഇപ്പോൾ എ സമം എ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈക്വൽ ടു എ എന്നുള്ള മോഡൽ എഴുതുമ്പോൾ ഇഒ ബൈ ഇ ജി ഇസ് എ ബൈ 1 plus AM. 1 plus AM. But EO by EG is safe. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ EO by EG, that we put as AF. AF is called the gain with the feedback. അത് വായിക്കേണ്ടത് നോക്കുക. അവിടെ ഫീഡ്ബാക്ക് എന്നുള്ളത് ബാക്ക് വെട്ടിപ്പോയി, അത് എഴുതി ചേർക്കണം. EO by EG equal to AF is called gain with the feedback. BSCK, B ഉണ്ട് അവിടെ, ACK കൂടി ചേർക്കുക. With the feedback. That is AF is A by 1 plus AM. AF is A by 1 plus A into M ആണ് കേട്ടോ. എം സഫിക്സ് ഒന്നുമില്ല. AF is ഇവിടെ F സഫിക്സ് ആണ്. AF is A by 1 plus A into M. അങ്ങനെ വായിക്കണം. ആ എഫ് എം ഒക്കെ എഴുതാൻ സൂക്ഷിച്ചിടണം. എയുടെ കൂടെ എഫ് സഫിക്സ് ആണ്. പക്ഷേ ഇപ്പുറത്തെ എമ്മിൻ്റെ കൂടെ എയുടെ കൂടെ ഇപ്പുറത്തുള്ളത് ആ എം എന്നുള്ളത് സഫിക്സ് അല്ല, ഇൻറ്റു ആണ്. AF is A by 1 plus AM. And this is the question number 1. This is the gain of a negative feedback amplifier. The gain of a negative feedback amplifier is given by AF is A by 1 plus AM. Hence the gain of a feedback amplifier. Gain of a feedback amplifier with a negative feedback. ഫോർ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇക്വേഷൻ? ഇൻപുട്ട് നമ്മൾ പിന്നെ ഇ ജി പ്ലസ് എം യു എന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് പറയുന്നത്. ഫോർ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് എ എഫ് ഈസ് എ ബൈ 1 മൈനസ് എ എം, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഓർക്കുക,
For a negative feedback amplifier, AF is equal to 1 plus AF is A by 1 plus AM. For a negative feedback amplifier, AF is equal to A by 1 plus AM. For a positive feedback amplifier, AF is equal to A by 1 minus AM. അപ്പോൾ രണ്ടും കൂടി പഠിച്ച് തിരിച്ചു കളയണ്ട. ആ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷൻ ഓർക്കുക, എന്നിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കുക. ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ആദ്യത്തത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണോ, ഗെയിൻ AF is equal to A by 1 plus AM. നെഗറ്റീവ് ആകുമ്പോൾ പ്ലസ് ആണെന്ന് ഓർക്കുക താഴെ, അങ്ങനെ പഠിക്കുക. എന്നിട്ട് രണ്ടാമത്തത് അതിൽ നിന്ന് എഴുതാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറയാം. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്, പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷനാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷൻ മാത്രമാണ് എഴുതുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ 1 മൈനസ് AM എന്ന് വായിച്ചു കൊള്ളണം. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AF is equal to A by 1 plus AM, where A is the gain without feedback, AF is gain with the feedback, M is the feedback ratio. It is also called feedback fraction, A into M. A into M പേരുണ്ട് കേട്ടോ. That is called loop gain or feedback factor. ലൂപ്പ് ഗെയിൻ ഓർ ഫീഡ്ബാക്ക് ഫാക്ടർ എന്നൊരു ടേം ഉണ്ട്. ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ അല്ല. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ സ്മോൾ എം ആണ്, ഫീഡ്ബാക്ക് ഫാക്ടർ A into M ആണ്. അതിനെ ലൂപ്പ് ഗെയിൻ എന്ന് പറയും. ലൂപ്പ് ഗെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. That is all with your 42nd lecture on electronics. We continue in the next class. Thank you very much.